ഹലോ ഓൾ വെൽക്കം. ഇറ്റ്സ് മീ ശ്രീജിത്ത് കെ മാരാർ. ഇന്ന് നമ്മൾ ബി എഡിലെ 4th സെമസ്റ്ററിലെ EDU 10 എന്ന പേപ്പർ ജെൻഡർ, സ്കൂൾ ആൻഡ് സൊസൈറ്റി ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കോഴ്സ് ഒബ്ജക്റ്റീവ്സ് ആയിട്ടുള്ള എന്താണ് ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റാണ്. എന്തൊക്കെയാണ് അതിൻ്റെ സ്കൂളിലോട്ട് പോകുമ്പോൾ, എഡ്യൂക്കേഷണൽ സെക്ടറിലോട്ട് പോകുമ്പോഴുള്ള ഇമ്പോർട്ടൻസ്, ഈ റീസെൻ്റായിട്ട് കാണപ്പെടുന്ന ഇഷ്യൂസ് സ്കൂളായാലും സൊസൈറ്റി ആയാലും. ആസ് വി നോ, സ്കൂൾ ഈസ് എ മിനിയേച്ചർ ഫോം ഓഫ് സൊസൈറ്റി. അപ്പോൾ ഒരു ടീച്ചർ എങ്ങനെ ആ സ്കൂളിൽ കുട്ടികളുടെ അടുത്ത് പെരുമാറുന്നു, എങ്ങനെ കുട്ടികൾ പരസ്പരം പെരുമാറുന്നു, അതൊക്കെ ടീച്ചർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ദാറ്റ് ക്യാൻ അഫക്റ്റ് ദ സൊസൈറ്റി. അതുകൊണ്ടാണ് ജെൻഡർ, സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്നൊരു പേപ്പർ ബി എഡ് കരിക്കുലത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്കൂളിൻ്റെയും സൊസൈറ്റിയുടെയും റിലേഷൻഷിപ്സ് പഠിക്കാനും ഒരു ടീച്ചർ എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കാനും കുട്ടികൾക്ക് ജെൻഡറിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് കൊടുക്കാനും ഒരു ടീച്ചർക്ക് പറ്റും. ഈവൻ ദോ ദ സബ്ജക്റ്റ് ഓഫ് ദ ടീച്ചർ വേരീസ്, ദിസ് ഈസ് എ കോമൺ ഗ്രൗണ്ട് where teacher can know how he or she should behave or how the student should behave between them. ഇപ്പോൾ സൈക്കോളജിയും ജെൻഡർ, സ്കൂൾ ആൻഡ് സൊസൈറ്റി ഇങ്ങനത്തെ പേപ്പേഴ്സ് കരിക്കുലത്തിൽ ഇൻക്ലൂഡഡ് ആവുന്നത് ഈ ഒരു റീസൺ കൊണ്ടാണ്. അതിൽ യൂണിറ്റ് 1 2 പോയിൻറ്റ്സ് മാത്രമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ. ആൻഡ് ഐ വിൽ ബി ഇൻക്ലൂഡിങ് നോട്ട്സ് ആൻഡ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഫോർ ദിസ്. സോ റീസെൻ്റ്ലി ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ജസ്റ്റ് ഇൻഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് ആണ്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരുന്നത്. സോ ബേസിക്കലി ഒരു ജനറൽ ആയിട്ടുള്ള അവയർനെസ് ആണ് ഈ ഒരു പേപ്പറിന് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. മോർ ദാൻ ജസ്റ്റ് സ്റ്റിക്കിംഗ് ടു ദ കരിക്കുലം, ദ ക്വസ്റ്റ്യൻസ് ആർ ആപ്ലിക്കേഷൻ ലെവൽ. അപ്പോൾ ക്വസ്റ്റ്യൻസും ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന്. ഓക്കെ, സോ യൂണിറ്റ് 1 ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്ട്. അതിൽ ജെൻഡർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് സെക്സ്, ജെൻഡർ റോൾസ്, ഫാമിലി, കാസ്റ്റ്, റിലീജിയൻ ആൻഡ് കൾച്ചർ, ഈ 2 പോയിൻറ്റ്സാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ജെൻഡറും സെക്സും തമ്മിലുള്ള കറക്റ്റായിട്ടുള്ളൊരു ഡിഫറൻസ് നമുക്കറിയണം, അല്ലേ? ജെൻഡർ സ്റ്റഡീസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് എടുത്ത് നോക്കുമ്പോൾ ജെൻഡർ എന്ത്, സെക്സ് ഏതെന്നുള്ളത് കറക്റ്റ് ഡിസ്റ്റിങ്ഷൻ നമുക്ക് വേണം. ആസ് എ ടീച്ചർ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഐഡൻറ്റിഫൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് സെക്സ്. എല്ലാ ദിവസവും ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ജെൻഡർ അല്ലെങ്കിൽ സെക്സ് എന്നുള്ളത്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി റെഫേഴ്സ് ടു ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്, ദ ഐഡൻറ്റിറ്റി ആൻഡ് ദ ബയോളജി. സോ ഫസ്റ്റ് ഡിഫറൻസ് is just these single keywords. Gender means the identity, sex means the biology. So let me dig deep. Sex എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കലി എന്താണ്? ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഡിഫറൻഷിയേറ്റ് മെയിൽ ഫ്രം ഫീമെയിൽ. അപ്പോൾ എന്തുണ്ടാവും അതിൽ? റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ക്രോമസോം, XX ഫോർ ഫീമെയിൽ, XY ഫോർ മെയിൽ. അപ്പോൾ ക്രോമസോമിലുള്ളത്. ആൻഡ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്, ദർ വിൽ ബി ബ്രസ്റ്റ് ഫോർ ഫീമെയിൽസ് ആൻഡ് ഫോർ മെയിൽസ് ഫേഷ്യൽ ഹെയർ. അപ്പോൾ അങ്ങനത്തെ ഡിഫറൻസസ് ആ ഒരു ബയോളജിക്കലും ഫിസിക്കലും ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വി വുഡ് ക്യാരക്ടറൈസ് ദം ആസ് ലിറ്റിൽ സ്ട്രോങ്, ഫുൾ ബോഡി ഹെയർ കൂടുതൽ. അപ്പോൾ അങ്ങനത്തെ ഫിസിക്കലും ബയോളജിക്കലും ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്തു വയ്ക്കുന്നതാണ് സെക്സ് എന്ന് പറയുന്നത്. And you should note that sex is mainly binary. So binary ആണ് സെക്സ്, മെയിൽ ഫീമെയിൽ. ഈ ഒരു ഡിസ്റ്റിങ്ഷൻ, ഈ ഒരു കാറ്റഗറിയാണ് ബേസിക്കലി ഉള്ളത്. ഒബ്വിയസ്ലി ബയോളജിക്കൽ സെക്സ് ക്യാൻ ബി കോംപ്ലെക്സ് ആസ് ദർ ക്യാൻ ഹാവ് എ ചാൻസ് ഓഫ് ഇൻ്റർസെക്സ് വേർ the individual is born with a combination of male and female biological traits, obviously. But still ജെൻഡർ വെച്ച് നോക്കുമ്പോൾ സെക്സ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആൻഡ് ഇറ്റ് ഈസ് പ്യൂർലി ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ആൻഡ് ഇറ്റ് ഈസ് വെരി മച്ച് വിസിബിൾ. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സെക്സ് ഓഫ് എ പേഴ്സൺ ജസ്റ്റ് ബൈ ലുക്കിംഗ് അറ്റ് ദം. ബട്ട് ഐഡൻറ്റിഫൈയിങ് ദ ജെൻഡർ is very much difficult in nowadays. We can't purely say that this person
is of this gender, because one's identity is purely defined by that person only, and there are chances that that person also can understand their real identity up to a certain level. So when once we look into ജെൻഡർ നോക്കുമ്പോൾ എന്താണ്, ഒരു സോഷ്യൽ, ഒരു കൾച്ചറൽ റോൾസ് ആണ് അല്ലേ, ഒരു ബിഹേവിയർ ആണ്, ഒരു എക്സ്പെക്റ്റേഷൻസ് ആണ്, ആൻഡ് ദീസ് ആർ ദ ഐഡൻറ്റിറ്റീസ് ദാറ്റ് ദ സൊസൈറ്റി ആട്രിബ്യൂട്ട് ടു ദ ഇൻഡിവിജ്വൽ ബേസ്ഡ് ഓൺ ദ ആക്ച്വൽ സെക്സ് ഓർ ദ പെർസീവ്ഡ് സെക്സ്. അപ്പോൾ ഒരു വ്യക്തിയുടെ സെക്സ് അനുസരിച്ചിട്ട് സോഷ്യലി കൾച്ചറലി ഓരോ റോൾസ് കൊടുക്കണം, ഓരോ ബിഹേവിയേഴ്സ്. അതായത് ഒരു ചെറിയൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ബോയ് ഇസ് ഗിവൺ, ഇഫ് ഇറ്റ് ഇസ് എ ബോയ്, ദാറ്റ് ബോയ് ഇസ് മെയ്ഡ് ടു പ്ലേ വിത്ത് ട്രക്സ്, കാർസ് ആൻഡ് നോട്ട് ഡോൾസ്. സോ ഗേൾസ് ആർ ഗിവൺ ഡോൾസ്, കിച്ചൺ സെറ്റ്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ സെറ്റ്, അങ്ങനത്തെ ഒരു ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിലോട്ടാണ് ഗേൾസിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ബോയ്സ് ആർ ട്രക്സ്. സോ ഇറ്റ്സ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്. അതാണ് ഈ യൂണിറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയയും, ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, എക്സ്പ്ലെയിൻ ഹൗ ജെൻഡർ ഇസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ് ഓർ ജെൻഡർ ഇസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റഡ് വൺ, എലൂസിഡേറ്റ് എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളൊരു സംഭവമാണ്. സോ ബേസിക്കലി സൊസൈറ്റി ആൻഡ് കൾച്ചർ ക്രിയേറ്റ്സ് ജെൻഡർ റോൾസ്. അതാണ് മെയിൻ കീ പോയിൻ്റ്. സൊസൈറ്റിയും കൾച്ചറുമാണ് ജെൻഡർ റോൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൊസൈറ്റിയും കൾച്ചറും പറയാണ് ദീസ് ആർ ദ റോൾസ് ആൻഡ് ദീസ് റോൾസ് ആർ ദ ഐഡിയൽ വൺ, ദ അപ്രോപ്രിയേറ്റ് ബിഹേവിയർ ഓഫ് എ പേഴ്സൺ ഓഫ് എ സ്പെസിഫിക് സെക്സ്. So, for example, when we take adult, if this person is adult and he is or she is supposed to do so and so, behave so and so, so that the society can accept them. അപ്പോൾ അവിടെ ഒരു ആക്സെപ്റ്റൻസിൻ്റെ പാർട്ടാണ് ജെൻഡർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ റീസെൻറ്റ് ആയിട്ടല്ല, നമുക്ക് കുറച്ചും കൂടിയും ബാക്കിലോട്ട് ടൈം എടുക്കുമ്പോൾ പീപ്പിൾ കാൺഡ് ആക്സെപ്റ്റ് പീപ്പിൾ ഓഫ് സർട്ടൺ ജെൻഡർ. ഇപ്പോൾ ഫീമെയിൽസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സിസ് ജെൻഡർ, ഐ വുഡ് എക്സ്പ്ലെയിൻ വാട്ട് ഇറ്റ് ഈസ് ലേറ്റർ. അപ്പോൾ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോഴേക്കും ഒരു ബാഡ് എന്നുള്ള ഒരു തോട്ടിലോട്ട് വരുന്നത്, ഇറ്റ് ഈസ് ദ സൊസൈറ്റി ദാറ്റ് ആട്രിബ്യൂട്ട്സ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്, what is the good gender, what is the bad gender. So it is the society and the culture defining what it is to be. അതുകൊണ്ടാണ് ഇതിനെ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് എന്ന് പറയുന്നത്. ആസ് ഇറ്റ് ഈസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്, ആസ് ഇറ്റ് ഈസ് എ കൺസ്ട്രക്ഷൻ, we can say that society, when society grows, when society changes, the definition of gender also changes. അപ്പോൾ സമൂഹത്തിൽ മാറ്റം, കൾച്ചറിൽ മാറ്റം സംഭവിക്കുമ്പോൾ ജെൻഡറിൻ്റെ അർത്ഥങ്ങളും മാറും. അതുകൊണ്ടാണ് ഇതൊരു സോഷ്യൽ കൺസ്ട്രക്റ്റാണ്. വിത്ത് ടൈം, വിത്ത് ദ പ്രോഗ്രസ് ഓഫ് ടൈം, ദ ഡെഫിനിഷൻ ഓഫ് ജെൻഡർ ചേഞ്ചസ്, ബട്ട് നോട്ട് ദ സെക്സ്. സെക്സിൻ്റെ ഡെഫിനിഷൻ ബയോളജിക്കൽ ആയതുകൊണ്ടും ഫിസിക്കൽ ആയതുകൊണ്ടും ഇറ്റ് സ്റ്റേസ് ദ സെയിം. whereas ജെൻഡറിൻ്റെ it is not biological or physical, it is purely social, cultural roles and the behaviors and the expectations of the society. It changes because the society doesn't remain the same. അപ്പോൾ ജെൻഡർ കൺസ്ട്രക്ഷനിൽ ചേഞ്ചസ് വരാം, സെക്സ് എന്നുള്ള ആ ഒരു അതിൽ ചേഞ്ചസ് വരില്ല. അതാണ് മറ്റൊരു ഡിഫറൻസ്. ആൻഡ് ഐ ഹാവ് ഓൾറെഡി ടോൾഡ് ദ ഡിഫറൻസ് ദാറ്റ് സെക്സ് ഇസ് ബൈനറി, മെയിൽ ഫീമെയിൽ എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. ജെൻഡറിൽ അങ്ങനെയല്ല. ഇറ്റ് ഈസ് നോട്ട് ബൈനറി, ഇറ്റ് ഈസ് multifaceted concept. It is a complex concept. There is a wide range of identity beyond the traditional binary. ഒരു ജസ്റ്റ് മെയിൽ or ഫീമെയിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് there is a wide range of identities. Culture influenced, social influenced, historical factors influenced, and different society, different time period, the construction changes, the definition changes. So we can term it as LGBTQ plus I plus. The plus signifies that the wide range of identities a person can have.
സോ അത്രയും വൈഡ് റേഞ്ചാണ് ജെൻഡർ എന്ന് പറയുന്നത്. കോംപ്ലക്സ് ആണ്, മൾട്ടി ഫൈസറ്റഡ് ആണ്, റാദർ ദാൻ സിമ്പിൾ സെക്സ് വിച്ച് ഈസ് ജസ്റ്റ് ബയോളജിക്കൽ. സോ ഇനി ഐ വുഡ് ഇൻട്രൊഡ്യൂസ് യു ടു ദിസ് സിമ്പിൾ ടേം വിച്ച് മോസ്റ്റ് മൈറ്റ് നോട്ട് ഹാവ് ഹേർഡ് ഈവൻ ദോ ദേ നോ വാട്ട് ഇറ്റ് ഈസ്. സിസ്ജെൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സിസ്ജെൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഐഡൻറ്റിഫൈയിങ് വിത്ത് ദ സെക്സ് അസൈൻഡ് അറ്റ് ബർത്ത്. ബർത്തിൽ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് പറഞ്ഞു, അപ്പോൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ആൾക്കാരാണ് സിസ്ജെൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഓപ്പോസിറ്റ് ടു ട്രാൻസ്ജെൻഡർ. എ മെയിൽ ഐഡൻറ്റിഫൈസ് ആസ് മെയിൽ ആൻഡ് ദാറ്റ് പേഴ്സൺ ഈസ് സിസ്ജെൻഡർ. ഐ എം സിസ്ജെൻഡേർഡ് എന്ന് പറയാൻ പറ്റും. സോ അങ്ങനെ സിസ്ജെൻഡേർഡ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേർഡ് അല്ലെങ്കിൽ നോൺ ബൈനറീസ്, ലോട്ട് ഓഫ് നോൺ ബൈനറീസ്, ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ എന്നൊക്കെ പറയുന്ന ആ വൈഡ് റേഞ്ച് ഓഫ് ഐഡൻറ്റിറ്റീസിൻ്റെ ഒരു യൂണിയനാണ് ജെൻഡർ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ ആൻഡ് ഹൗ ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്. ഇനി അടുത്തത് ജെൻഡർ റോൾസ് ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ജെൻഡർ റോൾസ്? It is this simple. It is a social role encompassing a range of behaviors and attitudes that are generally considered acceptable, appropriate for people based on their actual or perceived sex. അവരുടെ ആക്ച്വലോ പെർസീവ്ഡ് സെക്സിലുള്ള ആൾക്കാർ, പീപ്പിളിന് സൊസൈറ്റി തീരുമാനിച്ചിട്ടുണ്ട് അവൻ ആണാണ്, അവൻ ഇങ്ങനെയൊക്കെ ചെയ്യണം, അവൻ പെണ്ണാണ്, അവൻ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അവർ സോഷ്യൽ ബിഹേവിയേഴ്സും അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു 10 കമാൻഡ്മെൻറ്റ്സ് പോലെയുള്ള കുറച്ച് ലിസ്റ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് വിത്തിൻ ദാറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓർ ലിവിങ് അപ് ടു ദാറ്റ്, then this person is considered acceptable, this person is considered appropriate. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ജെൻഡർ റോൾ എന്ന് പറയുന്നത്. സോഷ്യൽ റോളാണ്. ദ സൊസൈറ്റി ഗീവ്സ് ദാറ്റ്. സോ ഇറ്റ് ഈസ് ദ സൊസൈറ്റി വിച്ച് ഡിസൈഡ്സ് സോ ആൻഡ് സോ. സ്ത്രീകൾ ഈ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഇറങ്ങി നടക്കുന്ന സ്ത്രീകൾ മോശം. സോ ഇറ്റ് ഈസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്. അപ്പോൾ ജെൻഡർ റോൾ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റോളാണ്. ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്, ആക്സെപ്റ്റബിൾ ടു ഹും, നോട്ട് അസ്. അപ്പോൾ എനിക്ക് 12 മണിക്ക് ഇറങ്ങി നടക്കുക, ഐ ആക്സെപ്റ്റ് മൈ സെൽഫ് ആൻഡ് it is okay for me. But the society thinks that ഞാൻ ഇപ്പോൾ 12 മണിക്ക് ഇറങ്ങി നടക്കേണ്ടത്, the society thinks that I am up to something bad. So it should be socially acceptable. അതുകൊണ്ടാണ് ജെൻഡർ റോൾസ് ഡിഫിക്കൽട്ടായിട്ട് വരുന്നത്. ബിക്കോസ് ദ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഇസ് പ്രിറ്റി റിജിഡ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ആ സോഷ്യൽ റോൾസ് അല്ലെങ്കിൽ ജെൻഡർ റോൾസ് ഒരു വ്യക്തിയെ ഡിഫൈൻ ചെയ്യുന്നത്? ആരൊക്കെയാണ് അതിൻ്റെ മെയിൻ ആൾക്കാർ? ഫാമിലി, കാസ്റ്റ്, റിലീജിയൻ, കൾച്ചർ. ആദ്യം തന്നെ ഫാമിലി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലേ, ഒരു കൾച്ചറൽ അല്ലെങ്കിൽ ജനറേഷണൽ ഫാക്ടേഴ്സ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഒരു ഫാമിലി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയും ലൈക്ക് മെൻ ആർ ദ ബ്രെഡ് വിന്നേഴ്സ്, ദേ ആർ എക്സ്പെക്റ്റഡ് ടു ബി ദ ബ്രെഡ് വിന്നേഴ്സ് ഓർ ദ പ്രൊവൈഡേഴ്സ്. വിമൻ ആർ കോമൺലി ഗിവൺ അസൈൻ ദ റോൾ ഓഫ് കെയർ ഗിവേഴ്സ്, ഹോം മേക്കേഴ്സും കെയർ ഗിവേഴ്സും ആണ് സ്ത്രീകൾ. മെൻ ബ്രെഡ് വിന്നേഴ്സാണ്, അവർ പുറത്ത് പോയി പണിയെടുക്കുന്നു, ഇവർ അകത്തിരിക്കുന്നു. അങ്ങനെയുള്ള തോട്ട് പ്രോസസ്സ് ഒരു ഫാമിലിയുടെ ഉള്ളിൽ. ആൻഡ് ദ മദർ ഫീൽസ് വെരി മച്ച് ഇൻസെക്യൂർഡ് ഇഫ് ഷീ ഓൺലി ഗീവ്സ് ബർത്ത് ടു ഗേൾ ചൈൽഡ്. അപ്പോൾ ആ പെൺകുട്ടികൾ മാത്രമുള്ള അമ്മയ്ക്ക് ഒരു കൺസേൺസ് കൂടുതലാണ്, അല്ലെങ്കിൽ ടെൻഷൻസ് കൂടുതലാണ്, വിഷമങ്ങൾ കൂടുതലാണ്. എന്താണ് സോഷ്യൽ കൺസ്ട്രക്റ്റ്? സോ അങ്ങനത്തെ തോട്ട് പ്രോസസ്സ് അതൊരു ഫാമിലിയുടെ ഉള്ളിൽ വരുന്നതാണ്. ആൻഡ് ദ ഫാമിലി മെമ്പേഴ്സ് കൺസിഡേർഡ് ദാറ്റ് മദർ ആസ് എ മിസ്ഫോർച്യൂൺ മദർ ജസ്റ്റ് ബിക്കോസ് ഷീ ഗിവ്സ് ബർത്ത് ടു ഓൺലി ഗേൾ ചിൽഡ്രൻ. സോ അതൊരു ഏജ് ഓൾഡ് തോട്ടാണ് ദാറ്റ് മെൻ ആർ മച്ച് സുപ്പീരിയർ ടു വിമൻ എന്നുള്ളത്. വിമൻ ആർ നൗവഡേയ്സ് ഏർണിംഗ് മച്ച് ഹയർ ദാൻ മെൻ and still people consider them inferior. So it is a society which gives them so and so roles, and it is very hard to break, which is the true fact. So these roles have been evolving over time.
അപ്പോൾ കാലത്തിന് മാത്രമേ അത് മാറ്റാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ലൈക്ക് മെനി ഫാമിലീസ് നൗ അഡോപ്റ്റ് മോർ എഗ്ലിറ്റേറിയൻ അപ്രോച്ചസ്. ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ് എടുക്കുക. ആ ഒരു തോട്ട് പ്രോസസ്സ് ഒരു ഫാമിലിയിൽ ഇഫ് ദ ഹസ്ബൻഡ് ഇസ് സിറ്റിംഗ് അറ്റ് ഹോം ആൻഡ് വൈഫ് വർക്ക്സ്, അപ്പോൾ സൊസൈറ്റി ആ ഒരു ഫാമിലീനെ ബാഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദാറ്റ് ജെൻഡർ റോൾ തോട്ട് പ്രോസസ് ഇൻ ദ ഫാമിലി. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു കാസ്റ്റ് നൗ. അപ്പോൾ പല കാസ്റ്റ് സിസ്റ്റത്തിൽ പല ജെൻഡർ റോൾസാണ് അല്ലേ. ലൈക്ക് കോമൺ ആയിട്ട് എന്താണ് റെസ്ട്രിക്ഷൻസും ഇതൊക്കെ കൂടുതൽ ആർക്കാണ്? കോമൺലി സ്ത്രീകൾക്കാണ്. വിമൻ റോൾസ് ആൻഡ് ബിഹേവിയേഴ്സ് ആർ somewhat restricted. Like women may have more freedom and agency in some other caste. So for example, നമുക്ക് ബ്രാഹ്മിൻ കാസ്റ്റിലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ സ്ത്രീകളെ വിളിക്കുന്നൊരു പേരുണ്ട്, അന്തർജനം എന്നാണ് പറയുന്നത്. അന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡ്, ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവ്. സോ വിമൻ ഇൻ ഓൾഡൻ ടൈംസ്, ഓൾഡൻ ടേമാണ്, സാൻസ്ക്രിറ്റ് വേർഡ് സംതിങ് ആണ് അന്തർജനം എന്ന് പറയുന്നത്, പീപ്പിൾ ഹു ലിവ് ഇൻസൈഡ് ദ ഹൗസ്. സോ ഇറ്റ് ഈസ് പെർ ദാറ്റ് കാസ്റ്റ്. ആസ് പെർ ദാറ്റ് കാസ്റ്റ്, വിമൻ ആർ ദ പേഴ്സൺ ഹു ലിവ് ഇൻസൈഡ് ദ ഹൗസ്. സോ ഈവൻ ദാറ്റ് വേർഡ് ഈസ് സോ മച്ച് കോൺട്രാഡിക്ടറി നൗ ഡേയ്സ്. അപ്പോൾ അന്തർജനം, വീടിൻ്റെ ഉള്ളിൽ മാത്രം ജീവിക്കേണ്ട ആളാണോ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫെമിനിസ്റ്റ് തോട്ട് പ്രോസസ്സ് കൊണ്ടുവന്നിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ചേഞ്ചിങ് ടൈംസിലാണ് നമ്മളിപ്പോൾ ലിവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ സം കാസ്റ്റ് റെസ്ട്രിക്റ്റ് പീപ്പിൾ ലൈക്ക് ദാറ്റ്. ആൻഡ് ചില കാസ്റ്റിൽ നേരത്തെ കല്യാണം കഴിപ്പിച്ചയക്കുക, ലൈക്ക് ആസ്ട്രോളജി നോക്കിയിട്ടാണെങ്കിലും അല്ലെങ്കിലും ചില കാസ്റ്റിൽ അവർ നേരത്തെ കല്യാണം കഴിപ്പിച്ചയക്കുക, അല്ലെങ്കിൽ ചില ഒക്യുപ്പേഷൻസിന് മാത്രം വിടുക, ഇത്ര ലെവലിലിട്ട് എഡ്യൂക്കേഷൻ മാത്രം കൊടുക്കുക. വെൻ വി കൺസിഡർ ജെൻഡർ റോൾസ് ഇൻ ഫാമിലി ഓൾസോ, അത് പറയാൻ വിട്ടുപോയൊരു പോയിൻ്റാണ്. ലൈക്ക് men are given more education even though this person is stupid. Women are given comparatively lesser education even though that person seems to be smart. സോ അതൊക്കെ ആ ഒരു ഫാമിലിയുടെ ഇൻസൈഡിലൊരു ഏജ് ഓൾഡ് തോട്ട് പ്രോസസ്സാണ്. ദാറ്റ് അൾട്ടിമേറ്റ്ലി ഹി വുഡ് ബി ദ ബ്രെഡ് വിന്നർ ആൻഡ് നോട്ട് ഷീ വുഡ് ബി മാരീഡ് ഓഫ് ടു അനദർ ഫാമിലി എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ്. വെൻ വി കൺസിഡർ റിലീജിയൻ ഓൾസോ, കാസ്റ്റ് പോലെ തന്നെ പല റിലീജിയസ് കമ്മ്യൂണിറ്റീസിലും ആ ഒരു എക്സ്പെക്റ്റേഷൻസും ബിഹേവിയേഴ്സും ജെൻഡർ റോൾസ് ഷേപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ചില റിലീജിയനിൽ ജെൻഡർ സെഗ്രിഗേഷൻ വരുന്നുണ്ട്, ലൈക്ക് സ്പെസിഫിക് റോൾസ് ഫോർ മെൻ ആൻഡ് വിമൻ. ഇപ്പോൾ ഒരു മരണാനന്തര ചടങ്ങിൽ സ്ത്രീകൾക്ക് അവിടെ അവകാശമില്ല അല്ലെങ്കിൽ സ്ഥാനമില്ല എന്നാണ് പറയുക. പുരുഷന്മാർക്കാണ് അവിടെ എല്ലാ കാര്യങ്ങൾക്കും സെറിമണീസിലെല്ലാം കൂടുതൽ. ഇപ്പോൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീ പൂജാരിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ ദാറ്റ് ഈസ് എൻ ഏജ് ഓൾഡ് തോട്ട് ദാറ്റ് ദിസ് പേഴ്സൺ. ഇപ്പോൾ നമുക്ക് ഇത്രയും കൂടിയും ചേഞ്ചസ് കാണാൻ പറ്റുന്നുണ്ട്. തൃശ്ശൂർ പൂരത്തിന് ഇപ്പോൾ നമ്മൾ കൊട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുരുഷന്മാർ തന്നെ കൊട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ ഓരോ മേളത്തിനൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലതിനൊക്കെ സ്ത്രീകൾ, കുടുംബശ്രീ സ്ത്രീകൾ കൊട്ടുക. അപ്പോൾ പണ്ട് തൊട്ടിട്ടുള്ള കുറേ റിലീജിയസ് തോട്ട് പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ പള്ളിയിൽ അച്ഛന്മാരെ കണ്ടിട്ടുള്ളൂ, പള്ളിയിൽ അമ്മമാരില്ല. അവർ മദർ അല്ലെങ്കിൽ സിസ്റ്റർ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ്. പള്ളിയിൽ മെയിൻ അച്ഛൻ എന്നുള്ള ആ ഒരു ഇതാണ്, ഫാദർ ഫിഗർ, പാട്രിയാർക്കൽ. അത് ഒരു റിലീജിയൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അല്ലെങ്കിൽ ചില സ്ത്രീകൾക്ക് റെസ്ട്രിക്റ്റഡ്, ഇപ്പോൾ ഹിജാബിൻ്റെ ആണെങ്കിൽ മറ്റേ പർദ്ദ ഇടുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ് റിലീജിയൻ ആൻഡ് ദേ ഹാവ് ദെയർ ഓൺ സേയിങ്സ് ദാറ്റ് വൈ വി ബിഹേവ് സോ. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട്. സോ ഈവൻ ദോ ഇറ്റ്സ് എ ടൈം ഓഫ് ബ്രേക്കിംഗ് എവറിത്തിങ്, സ്റ്റിൽ വി ആർ ഗോയിങ് ത്രൂ ഇറ്റ്സ് സ്ലോ ചേഞ്ച്. വി ആർ ഗോയിങ് ത്രൂ ദാറ്റ് സ്ലോ ചേഞ്ച്. സോ റിലീജിയസ് പ്രാക്ടീസസിലും like they interpret that their religious text and practices are so and so and behave so. അത്രേ പറയാൻ പറ്റുള്ളൂ നമുക്ക് റിലീജിയൻ വൈസ്. കൾച്ചർ വൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും കൾച്ചർ പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ദ ജെൻഡർ റോൾസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. ലൈക്ക് ഒരു പേഴ്സൺസ് കൾച്ചർ ഡിഫൈൻസ് whom that person is. അപ്പോൾ ഒരു പേഴ്സൻ്റെ ഐഡൻറ്റിറ്റിക്ക് തന്നെ ആ കൾച്ചറിൽ അവിടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. കൾച്ചറൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ, ചേഞ്ച് ഇൻ കൾച്ചർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ ദുബായിൽ പോയി ഒരു 5 കൊല്ലം ദുബായിലുള്ള ആൾ, ഹി ഓർ ഷീ മൈറ്റ് ഹാവ് ഗോട്ട് ആൻ ഇൻഫ്ലുവൻസ് ഓഫ് ദാറ്റ് കൾച്ചർ. ഒരു മലയാളി അങ്ങോട്ട് പോയി കഴിഞ്ഞ് ആൻഡ് ഇഫ് ദാറ്റ് പേഴ്സൺ കംസ് ദേ മൈറ്റ് ബിഹേവ് സോ
ആ ഒരു ദുബായ് കൾച്ചർ ചെറുതായിട്ടെങ്കിലും കൊണ്ടുവരും. ആൻഡ് പീപ്പിൾ കാൺട്ട് ആക്സെപ്റ്റ് ദാറ്റ് ബിക്കോസ് ദേ സേ ദാറ്റ് ദേ ഹാവ് ഫൊഗോട്ടൺ വാട്ട് ദ റിയൽ കൾച്ചർ ഈസ്. അപ്പോൾ അങ്ങനത്തെ കൾച്ചർ ചില കൾച്ചറിൽ കുറച്ച് റിജിഡ് ആയിട്ടുള്ള റോൾസ് ഉണ്ടാവും. ചില കൾച്ചറിൽ ഭയങ്കര റിജിഡ് ആയിട്ടുള്ള ജെൻഡർ റോൾസ് ഉണ്ട്. ചിലതിൽ ഭയങ്കര ഫ്ലെക്സിബിളാണ്. സോ ആസ് ദർ ഇസ് ടു സൈഡ്സ് ഫോർ എവറി കോയിൻ. അപ്പോൾ it is very important to recognize that these are general observations. അപ്പോൾ ജനറലായിട്ട് ഒബ്സർവ് ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് വരാം. ഫാമിലി തന്നെ പലതരം ഫാമിലീസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ആയാലും ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ ജീവിക്കുന്ന വ്യക്തികൾക്കും ഡിഫറൻസസ് ഉണ്ട്. ഇപ്പോൾ ഒരു റിജിഡ് കാസ്റ്റ്, ഓർത്തഡോക്സ് കാസ്റ്റിലുള്ള ആൾക്കാർക്ക് ഫാമിലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ അത് കാസ്റ്റിൻ്റെ എക്സ്ട്രീംസ് അനുസരിച്ചിട്ട് ഒരു വ്യക്തിയുടെ ആ ഒരു ജെൻഡർ റോൾസിൽ ഡിഫറൻസ് വരാം. സോ വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ജെൻഡർ റോൾസ് ആർ നോട്ട് ഫിക്സഡ് ഓർ യൂണിവേഴ്സൽ. ജെൻഡർ റോൾസ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല, യൂണിവേഴ്സൽ അല്ല. ഇത് കണ്ടിന്യൂസ്ലി ഇവോൾവ് ചെയ്യുന്നതാണ്. സൊസൈറ്റി പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽസ് ഈ ഒരു ട്രഡീഷണൽ നോംസിനെയും എക്സ്പെക്റ്റേഷൻസിനെയും ചലഞ്ച് ചെയ്യും. ഇൻഡിവിജ്വൽസ് ചലഞ്ച് ചെയ്യുമ്പോൾ സൊസൈറ്റി പ്രോഗ്രസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ്. കാരണം ഇൻക്ലൂസിവിറ്റി പ്രൊമോട്ട് ചെയ്യാനും ഇൻഡിവിജ്വൽ ചോയ്സസിനെ റെസ്പെക്റ്റ് ചെയ്യാനും ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി സ്ട്രൈവ് ചെയ്യാനും എല്ലാ ആസ്പെക്ട്സ് ഓഫ് ലൈഫിലും ഈ ഒരു ഫൈറ്റ് നീഡഡ് ആണ്. ജെൻഡർ റോൾസ് ഫിക്സഡ് അല്ല, യൂണിവേഴ്സൽ അല്ല. And we can break all the barriers, and time can change the definition of gender. It is the next generations need to change the definition to give a much beautiful, much colorful, much wider spectrum of definition for gender. That's all. Thank you. We can see in the next class.